ഫ്രണ്ട്സ്, എല്ലാവർക്കും സൺസ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു വ്ളോഗ് വീഡിയോ ആണ്. നമ്മുടെ മർക്കസ് നോളജ് സിറ്റി വിസിറ്റിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. ഇപ്പോൾ നമ്മൾ മർക്കസ് നോളജ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയുടെ ഭാഗമായ എം ടവർ വരാൻ പോകുന്നത്. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടൽ. ഇപ്പോൾ കാണുന്നത് കോൺഫറൻസ് ഒക്കെ നടത്താൻ പറ്റിയ വലിയൊരു കൺവെൻഷൻ സെൻ്ററാണ്. ഇപ്പോൾ ഞങ്ങൾ കണ്ട എല്ലാ ബിൽഡിങ്ങുകളും എൻട്രൻസ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലുതും അതുപോലെ തന്നെ ഏവരും കാണാനും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ മർക്കസ് കൾച്ചറൽ സെൻറ്റർ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൾച്ചറൽ സെൻ്ററാണ് നമ്മുടെ മർക്കസിലെ കൾച്ചറൽ സെൻറ്റർ. കാണാൻ തന്നെ നല്ല ഭംഗിയും ചൊടിയുമുണ്ട്. ഈ സമുച്ചയത്തിൻ്റെ മുഴുവൻ ഭാഗവും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. കാരണം ഇത് ചുറ്റണമെങ്കിൽ തന്നെ കിലോമീറ്ററുകളോളം ഓടണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് നോക്കിയാലും ഒരേ മഴ തന്നെ ആയിരിക്കും. കോടികൾ വില മുടക്കിയാണ് ഈ കൾച്ചറൽ സെൻറ്റർ നിർമ്മിച്ചിട്ടുള്ളത്. നോളജ് സിറ്റിയിൽ സഹയാത്രികരും അതുപോലെ തന്നെ വിസിറ്റേഴ്സുമായിട്ട് ഇന്ന് കുറേ പേരുണ്ട്. ഇവിടുത്തെ ശ്രദ്ധേയമായൊരു കാര്യമാണ് ഇവിടുത്തെ പച്ചപ്പ്. പുൽപ്പുറ്റുകളും പുൽമേടുകളും പൂക്കളും ചെടികളും വൃക്ഷങ്ങളുമായിട്ട് ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് അലിഫ് ഗ്ലോബൽ സ്കൂൾ. അതിൻ്റെ മുമ്പിലായിട്ട് ISROൻ്റെ ഒരു ചെറിയ മിസൈലിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പുല്ലുകൾ കൊണ്ടൊരു കളിയാണ്. ഈ നോളജ് സിറ്റിയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ കൾച്ചറൽ സെൻറ്റർ കാണും. 125ഓളം ഏക്കറയിൽ പരന്നു കിടക്കുന്നതാണ് നമ്മുടെ നോളജ് സിറ്റി. കൾച്ചറൽ സെൻറ്ററിന് ഇനിയും ഒരുപാട് ഡെക്കറേഷൻസ് ചെയ്യാനുണ്ട്. അതെല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ പ്രൗഢി ആസ്വദിക്കാൻ കഴിയുക. അതിൻ്റെ തൊട്ടടുത്തതായിട്ട് തന്നെ നമ്മുടെ ശരിയ സിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. മത ഭൗതിക ധാർമ്മിക വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കലാണ് നമ്മുടെ ശരിയ സിറ്റിയുടെ ഉദ്ദേശം. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഒരു ചെറിയൊരു ഡാമും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ടൈഗ്രീസ് വാലിയുമാണ്.
ഇതാണ് നമ്മുടെ ടൈഗ്രീസ് വാലി. കാര്യമായിട്ട് ഇതിൻ്റെ ഉദ്ദേശം ഹെൽത്ത് കെയർ ആണ്. ഇതാണ് നമ്മുടെ ഡാം. ഈ ഡാം പച്ചപ്പുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ഇത് എത്ര കണ്ടാലും മതിയാവില്ല. ഇത് കാണാൻ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഈ നോളജ് സിറ്റി ഒരിക്കലും ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റൂല. ഇവിടെ വന്ന് കാണുകയാണ് ഏറ്റവും ബെറ്റർ. കൾച്ചറൽ സെൻറ്റർ. ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും ഒരു വ്യൂ പോയിന്റ് കിട്ടും. ഇവിടെ കുറേ തെങ്ങുകളും അതുപോലെ തന്നെ പേരുകൾ അറിയാത്ത പല ഇനത്തിൽപ്പെട്ട വൃക്ഷങ്ങളും ഇവിടെയുണ്ട്. ചെടികളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇതുപോലത്തെ കല്ലുകളും പുല്ലുകളും വെച്ചിട്ടുള്ള കെട്ടുകൾ പല സ്ഥലത്തായിട്ട് പല പല മോഡലുകളുണ്ട്. അടിപൊളിയാണിത് കാണാൻ. ഷെരിയ സിറ്റിയുടെ ഉള്ളിൽ മർക്കസ് നോളജ് സിറ്റിയുടെ ഒരു മുഴുവൻ രൂപരേഖയുണ്ട്. അതൊന്ന് കണ്ടിട്ട് വരാം. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകളും നൂതനമായ മോഡലുകളാണ്. നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയുടെ പകുതിയോളം ഭാഗം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കാണാം. പിന്നെ ഒരു കാര്യം, ഇവിടുത്തെ മുഴുവൻ വീഡിയോസും എടുക്കൽ അസാധ്യമാണ്. ഇനി നമ്മൾ പോകുന്നത് ലാൻഡ്മാർക്ക് വില്ലേജിലേക്കാണ്. അതിൻ്റെ എൻട്രൻസ് ആണിത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടുത്തെ പച്ചപ്പ്. ശരിക്കും ഇതൊരു ഗ്രീൻ സിറ്റിയാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതൊക്കെ നമുക്ക് വൈകാതെ തന്നെ കാണാം. അതിനു മുമ്പായിട്ട് ഈ ലാൻഡ്മാർക്ക് വില്ലേജിൻ്റെ ബാക്ക് വശത്തായിട്ട് ഒരു ചെറിയൊരു ടർഫും അതുപോലെ തന്നെ കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഒന്ന് പോയി വരാം. ഇവിടെ ബാസ്ക്കറ്റ് ബോളും ബാഡ്മിൻ്റണും അതുപോലെ തന്നെ ഫുട്ബോളും കളിക്കാനുള്ള ടർഫ് വരെ ഇവിടെ ഉണ്ട്. പടുകൂറ്റൻ പാർപ്പിട സമുച്ചയങ്ങളെല്ലാം ഇവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതാ അവിടെ നിറയെ പൂക്കളും അതുപോലെ തന്നെ ഈത്തപ്പന മരങ്ങളും ഉണ്ട്. ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്കൊന്ന് പോയി നോക്കിയാലോ. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്.
ഇവിടുന്ന് നമ്മുടെ കൾച്ചറൽ സെൻറ്റർ കാണുന്നുണ്ട്. ഇതാണ് ലാൻഡ്മാർക്ക് വില്ലേജിൻ്റെ ഉള്ളിലുള്ള വ്യൂ. ഇനി ഏതായാലും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. നമുക്കിനി വയനാട് ചുരത്തിൽ നിന്ന് മർക്കസ് നോളജ് സിറ്റി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. സാധിച്ചാൽ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കും. ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട് ചുരത്തിലാണ്. മർക്കസിൻ്റെ കൾച്ചറൽ സെൻറ്റർ അവിടെ കാണുന്നുണ്ട്, പക്ഷെ വീഡിയോയിൽ റെഡിക്ക് കാണുന്നില്ല. ഇതാണ് കൾച്ചറൽ സെൻറ്റർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.